വിശുദ്ധ ബെർണാർഡ് പൊണ്ടിവാൻ പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട്. അത് പറഞ്ഞുകൊണ്ട് തുടങ്ങാന്ന് വിചാരിക്കുക. വിശുദ്ധ ബെർണാർഡ് പൊണ്ടിവാൻ പറഞ്ഞു വെച്ച കാര്യം ഇങ്ങനെയാണ്: മറിയത്തെ അനുഗമിച്ചാൽ നമുക്ക് വഴി തെറ്റുകയില്ല. അവളുടെ സഹായം യാചിക്കുമ്പോൾ നീ ഒരിക്കലും നിരാശനാവുകയില്ല. അവളെപ്പറ്റി ചിന്തിച്ചാൽ നിനക്ക് തെറ്റുപറ്റുകയില്ല. ഒന്നും കൂടി അച്ഛൻ പറയാം, ഒന്ന് മനസ്സിൽ ഗ്രഹിച്ചെടുക്കുന്നത് നല്ലതായിരിക്കും. ഒന്നും കൂടി: മറിയത്തെ അനുഗമിച്ചാൽ നമുക്ക് വഴി തെറ്റുകയില്ല. അവളുടെ സഹായം യാചിക്കുമ്പോൾ നീ ഒരിക്കലും നിരാശനാവുകയില്ല. അവളെപ്പറ്റി ചിന്തിച്ചാൽ നിനക്ക് തെറ്റുപറ്റുകയില്ല. ഇത് മനസ്സിലിരിക്കട്ടെ. സ്നേഹം നിറഞ്ഞവരെ, എല്ലാ വർഷവും നമ്മളിങ്ങനെ ഒരു തിരുനാളൊക്കെ കൊണ്ടാടാറുണ്ട്. ഒത്തിരിയേറെ പ്രാർത്ഥനയോടും ഒത്തിരിയേറെ ഭക്തിയോടും ഒത്തിരിയേറെ വിശ്വാസത്തോടും കൂടി തിരുനാൾ ആഘോഷങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്. എനിക്കറിയാൻ കഴിയുക, എന്നോട് ജോർജ് അച്ഛൻ പറഞ്ഞത് ഇവിടെ നല്ലൊരു ഊട്ടുസദ്യയൊക്കെ ഉണ്ടെന്നാണ്. നല്ലൊരു ഭക്ഷണമൊക്കെ കഴിക്കേണ്ട അവസ്ഥയായിരുന്നു. ഒക്കെ പോയി. ഭക്ഷണം ഉണ്ടോ? ഇവിടെ ഉണ്ടാ? നിങ്ങൾ തലയൊക്കെ നാട്ടണോട്ടെ. എനിക്കത് തല കാട്ടിയാല എനിക്ക് എന്തെങ്കിലുമൊക്കെ പ്രസംഗിക്കാൻ പറ്റുള്ളൂ. നിങ്ങളിങ്ങനെ ഏറ് പിടിച്ചിരിക്കരുത് എൻ്റെ മുമ്പിൽ. വിട്ടോ, റിലാക്സ്ഡ് ആയിട്ട് കേട്ടാൽ മതി കേട്ടോ. ഇവിടെ ഊട്ടുസദ്യ ഉണ്ടെന്ന് ഉണ്ടെന്ന് പറ. പാച്ചോറുണ്ടാ? എനിക്കറിയാൻ പാടില്ലട്ടാ. ഉണ്ടാവായിരിക്കും, എന്തെങ്കിലാവട്ടെ. പാച്ചോറുണ്ടെന്നാണ് അച്ഛൻ പറയുന്നത്. പണ്ടുണ്ടായിരുന്നു. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയ കഴിഞ്ഞ വർഷത്തെ തിരുനാള് എന്തെല്ലാം ആഘോഷങ്ങളായിരുന്നല്ലേ. ഇന്നെങ്ങനെയാ? അടുത്തിരിക്കാൻ പോലും പറ്റില്ല. ആളുകളുടെ എണ്ണം ഇന്ന് വിശുദ്ധ ബലികളുടെ എണ്ണം നന്നായിട്ട് കൂട്ടിയിട്ടുണ്ട്. പക്ഷെ ആളുകളുടെ എണ്ണം നമ്മുടെ പള്ളിയിൽ കുറഞ്ഞ് പുറത്തൊക്കെയാണ് ആൾക്കാർ ഇരിക്കുന്നത്. സാമൂഹ്യ അകലം പാലിച്ചൊക്കെ ഇരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ തിരുനാൾ ആഘോഷിച്ചപ്പോൾ ഓർത്തിരുന്നോ ഇങ്ങനെ അവസ്ഥ വരുമെന്ന്? ഇല്ല. ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിൽക്കണേ. ഞാൻ 2-3 ചോദ്യങ്ങൾ ചോദിക്കാം, അപ്പൊ നിങ്ങൾ കുറച്ചും കൂടി ഇതാവും. കഴിഞ്ഞ വർഷം ഇങ്ങനെ നല്ലൊരു തിരുനാളൊക്കെ നിങ്ങൾ കൊണ്ടാടിയില്ലേ? ഒന്ന് തലാട്ടിയൊന്ന്. ഓക്കെ. നല്ല നല്ല പ്രസംഗങ്ങൾ കേട്ടു. നല്ല വിശുദ്ധ ബലി അർപ്പണത്തിൽ പങ്കെടുത്തു. നല്ല നല്ല പ്രസംഗങ്ങൾ കേട്ടു. നല്ല വിശുദ്ധ ബലി അർപ്പണത്തിലൊക്കെ പങ്കെടുത്തു. ആരെങ്കിലും നന്നായിട്ടുള്ളവരൊന്ന് കൈവക്കിയേ. ഒറ്റാളുണ്ടാവില്ല. സന്തോഷം കേട്ടോ. അതെവിടെ തിരുനാൾ പ്രസംഗത്തിന് ചെന്ന് ചോദിച്ചാലും ഈ ഉത്തരം തന്നെ കിട്ടുള്ളൂ. ഒരൊറ്റണം നന്നാവില്ല. ഉറപ്പുള്ള കേസാ. നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട കാര്യമാണ്. എത്ര തിരുനാൾ പ്രസംഗങ്ങൾ കേട്ടിരിക്കുന്നു, എന്നിട്ട് നന്നാവാൻ പ്ലാൻ ഉണ്ടാ? നമുക്ക് പറ്റില്ലാത്തൊരു കാര്യം. നമ്മൾ ചിന്തിക്കേണ്ട കാര്യം തന്നെയത്. എത്ര തിരുനാൾ പ്രസംഗം കേട്ടാലും നമ്മൾ നന്നാകാനൊന്നും പോണില്ല. നമ്മൾ ഇങ്ങനെ തന്നെ ജീവിക്കുള്ളൂ. ഇനിയിപ്പോ ഞാൻ തിരുനാൾ പ്രസംഗം പറയണോ? അത് വേണം. അത് വിട്ടുള്ള കളിയൊന്നുമില്ല. പ്രസംഗങ്ങളൊക്കെ കേൾക്കും, പക്ഷെ നന്നാവോ? അത് പറ്റത്തില്ല. ഏതെങ്കിലും ഭർത്താവിന് പറയാൻ പറ്റും എന്റെ ഭാര്യ കഴിഞ്ഞ വർഷത്തെ തിരുനാൾ കൊണ്ട് നന്നായി എന്ന് പറയുന്ന ഏതെങ്കിലും ഭർത്താവ് ഉണ്ടാ? അച്ഛാ, പണ്ടത്തേനേക്കാളും മോശമായി എന്ന് ഒരു അപ്പച്ചൻ പറയുന്നുണ്ട്. ഇപ്പോ ചിലരുടെ മനസ്സ് വായിച്ചിട്ടൊക്കെ എനിക്ക് പറ്റുന്നതുകൊണ്ട് പറഞ്ഞതാണ്. ഏതെങ്കിലും ഒരു ഭാര്യ പറയോ എന്റെ ഭർത്താവ് കഴിഞ്ഞ വർഷത്തെ തിരുനാൾ കൂടി ഈ പരിശുദ്ധ അമ്മയുടെ നടയിൽ വന്നിരുന്ന് പ്രാർത്ഥിച്ച് ഒത്തിരി അനുഗ്രഹങ്ങൾ പ്രാപിച്ചത് കൊണ്ട് കുറച്ചും കൂടി ഭക്തിയിലേക്ക് തിരിഞ്ഞു, അല്ലെങ്കിൽ കുറച്ചും കൂടി നന്മയിലേക്ക് തിരിഞ്ഞു എന്ന് ഏതെങ്കിലും ഭാര്യ പറയോ? ഇല്ല. ഇതൊക്കെ ഇങ്ങനെ തന്നെ പോവുള്ളൂ. ഞാൻ പ്രസംഗിക്കണമെന്ന് വെച്ചാൽ പ്രസംഗിക്കും. നന്നാവാന്ന് വെച്ചാ ഇത് പറയണ പരിപാടിയാണ്. നമ്മുടെയൊക്കെ തിരുനാളാഘോഷങ്ങൾ ഇത്രയേ ഉള്ളൂ. കുറച്ച് നന്നായിട്ടൊക്കെ പ്രസംഗം കേൾക്കണം, കുറച്ചു നേരം പള്ളിയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കണം. എന്റെ ജീവിതത്തിലേക്ക് എന്തെങ്കിലും സംശീകരിക്കുന്ന വെച്ചാ പറ്റില്ല. അത് പറ്റത്തില്ല. ഞാൻ ഇങ്ങനെ തന്നെ പോവുള്ളൂ. ഒരാളും എന്റെ അതിലേക്ക് കിടക്കണ്ട. ഒരാള് പറഞ്ഞ് ഞാൻ ശ്രദ്ധിക്കില്ല. അങ്ങനെയാണ് എന്റെ തീരുമാനങ്ങളൊക്കെ. ഞാനൊരു വൃത്തികെട്ട ക്വസ്റ്റ്യൻ ചോദിക്കാം. ക്വസ്റ്റ്യൻ നല്ലതാ, പക്ഷെ ഞാൻ നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ അച്ഛനെന്താ വട്ടുണ്ടോന്ന് ഒറ്റ ചോദ്യമുള്ളൂ. സ്വർഗത്തിൽ പോകുന്ന ഉറപ്പുള്ളവരൊന്ന് കൈവെക്കേ. ഒറ്റണമില്ലേ? ഈ ദേവാലയത്തിൽ ഇരിക്കുന്ന ആരെങ്കിലും സ്വർഗത്തിൽ പോകുന്ന ഉറപ്പുണ്ടെങ്കിൽ ഒന്ന് കൈവെക്ക്. ഒരു വെല്ലുവിളിച്ച് നോക്കിയാ. ദൈവമേ, കാണാൻ പറ്റാത്ത ഐറ്റങ്ങളാണ് കേട്ടോ. കണ്ടു ഒരെണ്ണത്തെങ്കിലും. എത്ര തിരുനാൾ പ്രസംഗത്തിന് പോയിന്ന് ഈ ആഴ്ചകളിലൊക്കെ ആയിട്ട്. പക്ഷെ ഞാൻ ചോദിച്ച ചോദ്യമാണ്, സ്വർഗത്തിൽ പോകുന്ന ഉറപ്പുള്ളവർ നിങ്ങളൊന്ന് ഓർത്ത് നോക്കി. 1-ാം ക്ലാസ്സിൽ കാറ്റഗിസം പഠിക്കാൻ വരുമ്പോ അവിടെ കുട്ടികളെ ഇരുത്തിയിട്ട് ടീച്ചർമാരെ എന്ത് പഠിപ്പിക്കും? എവിടെ പോണം? ഒന്ന് പറഞ്ഞോ, കുഴപ്പമൊന്നുമില്ല. കോവിഡ് ഒന്നും വരില്ല, മാസ്ക് വെച്ച കാലേ. എവിടെ പോണം?
സ്വർഗത്തിൽ പോണം. 1-ാം ക്ലാസ് തൊട്ട് +2 വരെ പഠിപ്പിച്ചു. എവിടെ പോവാൻ? സ്വർഗത്തിൽ പോകാൻ. എന്നിട്ട് നിങ്ങൾ പറയണ എവിടെ പോകില്ലെന്ന്? എവിടെ പോകില്ലെന്ന്? സ്വർഗത്തിൽ പോകില്ലെന്ന്. അതും പോരാണ്ട് 1-ാം ക്ലാസ് തൊട്ട് +2 വരെ പഠിപ്പിച്ചു. എത്ര ഞായറാഴ്ച പ്രസംഗം കേട്ടു? എവിടെ പോകാനുള്ള വഴിയാ? സ്വർഗത്തിൽ പോകാനേ. എത്ര ധ്യാനം കൂടി? എവിടെ പോവാൻ? സ്വർഗത്തിൽ പോവാൻ. നീ അതും പോരാണ്ട് എത്ര തിരുനാൾ സന്ദേശങ്ങൾ കേട്ടിട്ടുണ്ട്? എത്ര തിരുനാളുകൾ നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്? ഇനി അതൊക്കെ പോരാണ്ട് വീട്ടിലിരുന്ന് യൂട്യൂബിലും ഒക്കെ ഇരുന്ന് വട്ടായിലച്ഛനും ഡൊമിനിക്കനും ഒക്കെ അച്ഛനൊക്കെ ഇരുന്ന് കളിക്കുന്നുണ്ട്. അവരുടെ പ്രസംഗങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. എന്നാലും പോവോ? എന്നാലും പോവോ? ഇല്ല. ഉറപ്പുള്ള കേസ്. നമ്മുടെ ജീവിതം എങ്ങനെയാണ്? നമ്മൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ട് നടക്കുന്നത് എങ്ങനെയാണ്? നമുക്ക് എന്ത് കിട്ടുന്നുള്ള ചിന്തയാണ്. നമ്മുടെ ജീവിതത്തിന് എന്ത് മാറ്റം വരുത്തേണ്ടെന്ന് നമ്മൾ ചിന്തിക്കണില്ല. നമ്മുടെ കുഴപ്പം എവിടെയാ? എന്റെ സ്നേഹം നിറഞ്ഞവരെ, പരിശുദ്ധ അമ്മയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഇന്നേ ദിവസം നിങ്ങളുടെ ജീവിതത്തിന് ഒരു മാറ്റം ഉണ്ടാകട്ടെ. നിങ്ങളുടെ ജീവിതത്തിന് ഒരു കൃപ കടന്നു വരട്ടെ. നിങ്ങളുടെ ജീവിതത്തില് പരിശുദ്ധ അമ്മ ജീവിച്ചതുപോലെ ജീവിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റട്ടെ. അപ്പോഴാ ഈ തിരുനാളിന് അർത്ഥം ഉണ്ടാവുക. ഇല്ലെങ്കിൽ ഞാൻ പറയും ഈ തിരുനാളൊക്കെ വെറുതെയാ, ഈ തിരുനാളൊക്കെ വെറുതെയാ. നമ്മുടെയൊക്കെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന നിമിഷങ്ങള് ഓരോ ദിവസവും ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ ആ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന നിമിഷങ്ങളില് പരിശുദ്ധ അമ്മ എങ്ങനെ ജീവിച്ചുവോ അതുപോലെ ജീവിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ പറയും ഈ തിരുനാളിന് അഴകുണ്ട്, ഭംഗിയുണ്ട്, മികവുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ പറയും ഈ തിരുനാൾ നിങ്ങൾ കൊണ്ടാടുന്നതില് വെറുതെയാ, വെറുതെയാ. നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ തിരുനാൾ ആഘോഷങ്ങളിൽ നിങ്ങൾ പങ്കെടുക്കുന്നതെങ്കിൽ ഞാൻ പറയും ഈ തിരുനാൾ ആഘോഷം വെറുതെയാ. നമ്മുടെയൊക്കെ ജീവിതം ഒന്ന് പരിശോധിച്ചു നോക്കേ. ഇന്നത്തെ സാഹചര്യങ്ങളൊന്ന് പരിശോധിച്ചു നോക്കേ. സമാധാനം ഉണ്ടാ? സമാധാനം ഉണ്ടാ? ഇല്ല, ഇല്ല, ആർക്കുമില്ല. ഇന്ന് ലോകം മുഴുവൻ സമാധാനത്തിന് വേണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. എവിടെ നിന്ന് കിട്ടും സമാധാനം? എവിടെ നിന്ന് കിട്ടും സന്തോഷം? എവിടെ നിന്ന് കിട്ടും ഒരു ആശ്വാസം? ഒന്നും കിട്ടാനില്ല. വിശ്വസിച്ചവരും സ്നേഹിച്ചവരും ഒറ്റപ്പെടുത്തി കടന്നു പോവാ, തള്ളിപ്പറഞ്ഞ് അകന്നു പോവാ, കുറ്റപ്പെടുത്ത. ഒത്തിരിയേറെ സ്നേഹത്തോടെ ചങ്കോട് ചേർത്ത് പിടിച്ചവരൊക്കെ മാറ്റി നിർത്തിക്കളയാ. ഒരു കറിവേപ്പില പോലെ ജീവിതത്തിന് എടുത്തു കളയാ. എവിടെ നിന്ന് കിട്ടും ഈ സമാധാനം? അങ്ങനെയുള്ള ഒരു അവസരത്തില് ഇന്ന് ഈ തിരുനാൾ ആഘോഷിക്കുമ്പോ പരിശുദ്ധമ്മ നമ്മളോട് പറഞ്ഞു വെക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. പരിശുദ്ധമ്മ നമ്മളെ ഓരോരുത്തരെയും ചിന്തിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇന്ന് ലോകം തന്നെ എടുത്തു നോക്കിയ കോവിഡിന്റെ ഒരു മഹാമാരി ഇങ്ങനെ പടർന്ന് പന്തലിച്ചോണ്ട് നടക്ക. പേടിയാ. എവിടെ നിന്ന് കിട്ടും? മാസ്കും ധരിച്ച് സാനിറ്റൈസർ യൂസ് ചെയ്ത് ഇങ്ങനെ നിങ്ങൾ പേടിച്ച ജീവിക്കുക. കർഷക സമരം, നമ്മുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങള്, ഈ ലോകത്തിന്റെ പ്രശ്നങ്ങള് ഒക്കെയുണ്ട് നമ്മുടെ ചുറ്റും. ഓരോ ദിവസവും ഇങ്ങനെ കുരിശുകൾ കടന്നു വന്നുകൊണ്ടിരിക്കുക. കുരിശിന്റെ വഴി പ്രാർത്ഥനയിൽ ഒരു പ്രാർത്ഥനയുണ്ട്. എന്താണ്? ഒരു കുരിശ് തീരുമ്പോ മറ്റൊരു കുരിശ് വന്നുകൊണ്ടിരിക്കുക. നമ്മുടെ ജീവിതം ഇങ്ങനെയല്ലേ? ഇങ്ങനെയുള്ള ഒരു അവസരത്തിൽ ജീവിക്കുമ്പോ, ഇങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങളുടെ നടുവിൽ ജീവിക്കുമ്പോ, ഒത്തിരിയേറെ വേദനകൾ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ, സ്നേഹിച്ചവരും ചേർത്ത് പിടിച്ചവരും ഒറ്റപ്പെടുത്തിയും കുറ്റപ്പെടുത്തിയും മാറ്റി നിർത്തുമ്പോ എങ്ങനെ നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റും? പരിശുദ്ധമ്മ നമ്മളോട് പറഞ്ഞു വെക്കുന്ന ഒരു 3 കാര്യങ്ങളുണ്ട്. ഞാനത് നിങ്ങളോട് പറയാം. പരിശുദ്ധ അമ്മയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന ഒരു 3 പാഠങ്ങളുണ്ട്. ആ പാഠങ്ങളാണ് ഞാൻ വായിച്ചെടുക്കുമ്പോൾ എന്റെ മനസ്സിലേക്ക് തെളിഞ്ഞു വന്ന ഒരു 3 പാഠങ്ങളുണ്ട്. നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ള പാഠങ്ങളാ. നിങ്ങൾ കേട്ടിട്ടുള്ള പാഠങ്ങളെ ഒന്നും കൂടി ഒന്ന് ചിന്തിപ്പിക്കാൻ ഞാൻ അവസരം ഉണ്ടാക്കി തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പരിശുദ്ധ അമ്മയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന ആദ്യത്തെ പാഠം സഹനങ്ങളെ ജീവിതത്തോട് ചേർത്ത് പിടിക്കണമെന്ന് തന്നെയാണ്. ജീവിതത്തിലെ വിഷമങ്ങൾ ഉണ്ടാകും, സങ്കടങ്ങൾ ഉണ്ടാകും, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. എത്രയേറെ പരിശ്രമിച്ചിട്ടും ജീവിതത്തിൽ ഒരു ക്ലച്ച് പിടിക്കില്ല, ഉറപ്പ്. ഇങ്ങനെയുള്ള അവസരങ്ങളിലെല്ലാം
പരിശുദ്ധമ്മ സഹനങ്ങളില് ദൈവത്തെ കണ്ടതുപോലെ ജീവിതത്തിന്റെ സഹനങ്ങളില് കർത്താവിനെ ചേർത്ത് പിടിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? നമ്മുടെയൊക്കെ നാട്ടിലെ 100 വർഷം മുമ്പ് എഴുതപ്പെട്ട ഒരു പാട്ടുണ്ട്. ഞാൻ അതിന്റെ പാട്ട് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നമ്മുടെയൊക്കെ നാട്ടില് 100 വർഷം മുമ്പ്, വർഷങ്ങളെ കുറേ ഉണ്ടാവും കേട്ടോ, 100 വർഷങ്ങൾക്കൊക്കെ മുമ്പ് എഴുതപ്പെട്ട ഒരു പാട്ടാ. എൻ്റെ അപ്പൻ എന്നെ പഠിപ്പിച്ചൊരു പാട്ടാണ്. ഈ പാട്ടിന്റെ വരികൾ പാടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പാട്ടിന്റെ വരികൾ എങ്ങനെയാ? ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്ന സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. പാട്ടറിയില്ലേ? കേട്ടിട്ടുണ്ടാ? എന്നെല്ലാവരും കൂടി ഒന്ന് പാടിയേ. ദുഃഖത്തിന്റെ, കുറച്ചും കൂടി ശബ്ദമാകാം. കർത്താവിന്റെ സന്തോഷത്തോ ഹല്ലേലൂയ. ഇതാരെഴുതിയെന്നറിയോ? ഇതാരെഴുതിയെന്നറിയോ? ആ സാധു കൊച്ചു കുഞ്ഞെന്ന് പറഞ്ഞൊരു ഉപദേശി എഴുതിയൊരു പാട്ടത്. എന്ന് വെച്ചാൽ സുവിശേഷ വേല നടത്തിക്കൊണ്ടിരുന്ന ഒരു മനുഷ്യൻ. ഇദ്ദേഹം ചെങ്ങന്നൂരിനടുത്താണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഇദ്ദേഹം ശ്രീലങ്കയില് സുവിശേഷ വേലയ്ക്കായിട്ട് പോയപ്പോൾ ഇദ്ദേഹത്തിന് 3 മക്കളുണ്ട്. രണ്ടാമത്തെ മകന്റെ പേര് സാമുവേൽ എന്നാണ്. ഈ സാമുവേൽ എന്ന് പറയുന്ന മകൻ ഒരു അസുഖം ബാധിച്ചു മരിച്ചു. ഇദ്ദേഹം സുവിശേഷ വേലയ്ക്കായിട്ട് ശ്രീലങ്കയിൽ പോയ സമയത്ത് അദ്ദേഹം തിരിച്ചു വന്ന് തന്റെ ചെങ്ങന്നൂരുള്ള തന്റെ വസതിയിൽ വന്നിട്ട് ഒരു ചെറ്റക്കുടലിന് മുമ്പില് ആളുകളൊക്കെ ഇദ്ദേഹത്തെ കാത്തു നിൽക്കുന്ന സമയത്ത് താൻ ഒത്തിരി സ്നേഹിച്ച തന്റെ സാമുവേൽ എന്നും പറയണ മകൻ മരിച്ചു കിടക്കുമ്പോൾ പാടിയൊരു പാട്ടാണിത്. ഒത്തിരി സ്നേഹിച്ച സ്വന്തം മകൻ മരിച്ചു കിടക്കുമ്പോൾ ഇനിയൊരിക്കലും അപ്പ എന്ന് വിളിക്കാത്ത അവന്റെ അതരത്തിൽ നോക്കി, ഇനിയൊരിക്കലും കണ്ണു തുറക്കാത്ത അവന്റെ കണ്ണിലേക്ക് നോക്കി, അവന്റെ തണുത്തുറഞ്ഞ ശരീരത്തെ കെട്ടിപ്പിടിച്ച് ഇനിയൊരിക്കലും സ്നേഹിക്കാൻ പറ്റാത്ത തന്റെ മകനെ മാറോട് ചേർത്ത് പിടിച്ച് ഒരപ്പൻ പാടിയ പാട്ടാണിത്. ദൈവത്തിന് വേണ്ടി നടന്നിട്ട് സ്വന്തം മകനെ ദൈവം എടുത്തു കഴിഞ്ഞപ്പോൾ ആ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഒരപ്പൻ പാടിയ പാട്ട്. പാട്ടിന്റെ വരികൾ എങ്ങനെയാ? ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്ന സന്തോഷത്തോട് അത് വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാനെന്ന്. ജീവിതത്തിൽ ഇങ്ങനെ കുരിശുകൾ കയറി വരുമ്പോ, ഒത്തിരിയേറെ വേദനകൾ കടന്നു വരുമ്പോ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറയാൻ പറ്റോ ഹല്ലേലൂയ എന്ന്? ജീവിതത്തിന്റെ വേദനകൾ ഇങ്ങനെ ഏറി വരുമ്പോ, ജീവിതത്തിന്റെ മുന്നിൽ ഇങ്ങനെ പകച്ചു നിൽക്കേണ്ടി വരുമ്പോ, ഒത്തിരി സ്നേഹിച്ച സ്വന്തം ഭർത്താവ് കുറ്റം പറഞ്ഞ് മാറ്റി നിർത്തുമ്പോ, ഒത്തിരി സ്നേഹിച്ച സ്വന്തം മക്കള് കറിവേപ്പില പോലെ തള്ളിക്കളയുമ്പോ നിങ്ങൾക്ക് പറയാൻ പറ്റോ ഹല്ലേലൂയ എന്ന്? ഒത്തിരി സ്നേഹിച്ചവര് പറ്റിച്ചു കളയുമ്പോ, കുറ്റപ്പെടുത്തുമ്പോ, മാറി നിൽക്കണ എന്ന് പറയുമ്പോ നിങ്ങൾക്ക് പറയാൻ പറ്റോ ഹല്ലേലൂയ എന്ന്? ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെ നടുവില് ഒരു വിശ്വാസത്തോടുകൂടെ ഒരു മനുഷ്യൻ പാടിയ പാട്ടാണിത്. ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്ന സന്തോഷത്തോട് അത് വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ എന്ന്. പരിശുദ്ധ അമ്മയുടെ ജീവിതം ഇങ്ങനെ തന്നെയായിരുന്നു. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ സഹനങ്ങൾ ഒഴിഞ്ഞൊരു നേരം ഉണ്ടായിട്ടില്ല. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഈ അമ്മ ഒന്ന് ചിരിച്ചിട്ടുണ്ടോ എന്ന്. സത്യമല്ലേ? ഒന്ന് ഓർത്തു നോക്കേ. ഒത്തിരി സ്വപ്നം കണ്ട ഒരു സ്ത്രീ, ഒത്തിരിയേറെ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ, അതെല്ലാം ഉപേക്ഷിച്ചിട്ട് ദൈവത്തിന്റെ പദ്ധതികൾക്ക് യെസ് എന്ന് പറഞ്ഞൊരു സ്ത്രീ, അതെല്ലാം ഇറങ്ങി തിരിച്ച് പരിശുദ്ധ അമ്മ ദൈവത്തിന് വേണ്ടി ജീവിച്ചപ്പോൾ ഒത്തിരിയേറെ കുറ്റപ്പെടുത്തലുകൾ കേട്ടിട്ടുണ്ട്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഒരു വയറ് വെച്ചുകൊണ്ട് ഒരു സ്ത്രീ വന്നേക്കാ. പുരുഷനാരെന്നറിയാൻ മാത്രമേ ഉള്ളൂ. വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ടുള്ളൂ. വയറ് വീർത്തു തുടങ്ങി. നാട്ടിലുണ്ടാകുന്ന ചീത്തപ്പേരൊക്കെ നമുക്കറിയാം. ഇതുപോലെ ചീത്തപ്പേരുകളുടെ നടുവില് ഇനി മകനോ വേശ്യകളുടെ കൂടെ കൂട്ട്, ചുങ്കക്കാരുടെ കൂടെ കൂട്ട്, എല്ലാവരുടെയും കൂടെ കൂട്ടുകൂടി നടക്കുമ്പോ നമ്മളാണെങ്കിലും നമ്മുടെ മക്കളാണെങ്കിലും വഴിതെറ്റിപ്പോകുമ്പോ, അല്ലെ വഴിതെറ്റിപ്പോകുന്ന നമ്മുടെ കൺസെപ്റ്റിലിട്ടാ, വഴിതെറ്റിപ്പോകുമ്പോ
കൂടെ ഉള്ളവർ പറയും, ദേ കൊച്ചർക്കം കൂട്ടുവിടുന്നത് ചീത്ത കൂട്ടുകെട്ടാ. ഇതൊക്കെ ഈ അമ്മ കേട്ടിട്ടുണ്ട്. ഒത്തിരിയേറെ പ്രശ്നങ്ങളുടെ നടുവിലാ ഈ അമ്മ ജീവിച്ചു പോണേ. ഒത്തിരിയേറെ സങ്കടങ്ങളുടെ നടുവിലാ ഈ അമ്മ ജീവിച്ചു പോണേ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 25 മുതൽ 27 വരെയുള്ള തിരുവചനങ്ങളിലെ കുരിശിന്റെ ചോട്ടിൽ നിൽക്കുന്ന ഒരു അമ്മയുടെ ചിത്രമുണ്ട്. സ്വന്തം മകൻ ഇങ്ങനെ കുരിശിക്കടന്ന് പെടയാ, വേദന അനുഭവിക്കുക. ഒത്തിരിയേറെ അമ്മിഞ്ഞ പാല് കൊടുത്ത് വളർത്തി വലുതാക്കിയ സ്വന്തം മകൻ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രഹരിക്കപ്പെടുക, മറ്റുള്ളവരുടെ ആട്ടും തുപ്പും ഏറ്റുകൊണ്ട് അവസാനം സഹിച്ചുകൊണ്ട് കുരിശിക്കിടക്ക. ഇതൊക്കെ കണ്ടു നിന്ന ഒരു അമ്മയാണിത്. ഈ അമ്മ എപ്പോഴെങ്കിലും തളർന്ന് ഇരുന്നിട്ടായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. ഈ അമ്മ എപ്പോഴെങ്കിലും വേദന കൊണ്ട് കരഞ്ഞ് നിലവിളിച്ചു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. കുരിശിന്റെ ചോട്ടില് എല്ലാവരും തളർന്നു വീണപ്പോ ഈ അമ്മ എല്ലാ സങ്കടങ്ങളും സഹിച്ചുകൊണ്ട് ഇങ്ങനെ നിന്നു. എന്റെ സ്നേഹം നിറഞ്ഞവരെ, ജീവിതത്തിൽ ഇങ്ങനെ വേദനകളുടെ കൂമ്പാരങ്ങള് അടിക്കടി തിരുമാലകൾ പോലെ ആഞ്ഞടിക്കുമ്പോൾ ഈ പരിശുദ്ധ അമ്മ ജീവിച്ചതുപോലെ സഹനങ്ങൾ ഏറ്റെടുക്കാൻ നിങ്ങൾക്ക് പറ്റട്ടെ, വേദനകൾ ഏറ്റെടുക്കാൻ നിങ്ങൾക്ക് പറ്റട്ടെ, കുരിശുകൾ ഏറ്റെടുക്കാൻ നിങ്ങൾക്ക് പറ്റട്ടെ. നമ്മളൊക്കെ പിഞ്ചെല്ലുന്നതേ ഈ കുരിശി കിടക്കണ കർത്താവിനെയാ, വേദനകളേറ്റ് തോറ്റൊരു കർത്താവിനെയാ, മനുഷ്യരുടെ മുമ്പിൽ തോറ്റൊരു ദൈവത്തെയാ. നിങ്ങളൊന്ന് ഓർത്തു നോക്കേ, ഈ കർത്താവിന്റെ മുമ്പില് മറ്റുള്ളവര് ഈ ചീത്ത വാക്കുകൾ പറഞ്ഞ് അവന്റെ മുഖത്തേക്ക് തുപ്പിയപ്പോ നമ്മുടെ കർത്താവ് മുഖം മാറ്റിക്കളഞ്ഞ? ഇല്ല. അവനിത് ഇങ്ങനെ നിന്ന് കൊണ്ടു. മറ്റുള്ളവരുടെ തുപ്പലും മുഖത്തേക്ക് തെറിച്ചപ്പോ അവൻ മുഖം മാറ്റിയില്ല, അവനത് സന്തോഷത്തോടെ സ്വീകരിച്ചു. വേറൊരു കാര്യം നിങ്ങളോട് നോക്ക്, തലയിലേക്ക് ഈ മുള്ളാണി കിരീടം അങ്ങടെ അമർത്തി വെച്ച് കഴിഞ്ഞപ്പോ അവൻ തല വെട്ടിച്ചില്ല, അവൻ ഇങ്ങനെ നിന്ന് സഹിച്ചു. തലയിൽ നിന്ന് രക്തമൊഴിക്കുമ്പോഴും അവൻ ഇങ്ങനെ നിന്നു. ജീവിതത്തിലെ സഹനങ്ങളുടെ നടുവില്, കുരിശിന്റെ വഴി യാത്രയില് അവൻ മുട്ടുകുത്തി വീണപ്പോ ഒരിക്കലെങ്കിലും അവൻ പറഞ്ഞ ഞാൻ ഇനി കുരിശെടുക്കില്ലെന്ന് പറഞ്ഞില്ല. അവൻ ആ കുരിശെടുത്തു. എന്റെ സ്നേഹം നിറഞ്ഞവരെ, ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞ് അഭിമാനിച്ചും കൊന്തയിട്ടും പള്ളിയിൽ പോയി മാത്രം നടന്നാ പോരാ. ആ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന നിമിഷങ്ങൾ ഉണ്ടാകുമ്പോ, ജീവിതത്തിലേക്ക് പ്രശ്നങ്ങൾ കടന്നു വരുമ്പോ, കർത്താവ് ജീവിതത്തിലെ കുരിശുകൾ ഏറ്റെടുത്ത് കാൽവരി യാഗത്തിലെ പെടഞ്ഞു മരിച്ചതുപോലെ ജീവിതത്തിന്റെ കുരിശുകൾ ഏറ്റെടുത്ത് പരിശുദ്ധമ്മ ജീവിതത്തിന്റെ അവസാനം വരെ സഞ്ചരിച്ചതുപോലെ സഞ്ചരിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങനെ ഒരു തിരുനാള്? ജീവിതത്തിലെ സഹനങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങനെ തിരുനാള്? എനിക്കറിയാം ഒരു അമ്മച്ചിയുടെ ജീവിതം നോക്കുമ്പോട്ടില്ല, ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ട് എന്റെ ദൈവമേ എന്തിനാ ഇതിനും മാത്രം ഈ സഹനങ്ങളെ അമ്മച്ചിക്ക് കൊടുക്കണേന്ന്. ഭർത്താവാണ് ഈ മുഴുകുടിയൻ. മക്കളാണെങ്കിൽ ഈ അപ്പന്റെ മാതൃക പിന്തുടർന്ന് ഈ മുഴുകുടിയനായ അപ്പനെ നോക്കി തന്നെ വളർന്നേക്കണേ. എന്നും കുടിച്ചു വന്ന് ഈ അമ്മച്ചിനിട്ട് തല്ലല. ഈ മക്കള് അമ്മേനെ കൈകാര്യം ചെയ്യും, കൈകൊണ്ടടിക്കും. ഈ അമ്മ എല്ലാ ദിവസവും പള്ളി വരും, വില്ലപ്പോഴൊക്കെ എന്നെ വിളിക്കും. ഇതിനോട് എന്താ പറയണെന്ന് പോലും എനിക്കറിയാൻ പാടില്ല. സ്വന്തം മക്കളെ അമ്മിഞ്ഞ പാല് കൊടുത്തു വളർത്തിയ മക്കളെ കൈ കൊണ്ട് ഈ അമ്മയുടെ മുഖത്തിട്ടടിക്കുമ്പോ ഇന്നും അമ്മ പ്രാർത്ഥിക്കുന്നത് ആ മക്കൾക്ക് വേണ്ടിയിട്ടാ. എനിക്കറിയാം ഒരു മാലാക കുട്ടീനെ, ഒരു ഭാര്യ, അവളുടെ ഭർത്താവിന് ഒത്തിരി സ്നേഹം. ഇവളുണ്ടല്ലോ ഒത്തിരിയേറെ പ്രതീക്ഷയോടുകൂടി ഒരു വിവാഹ ജീവിതത്തിലേക്ക് കയറി വരണേ, ഒത്തിരിയേറെ സന്തോഷത്തോടുകൂടെ. ഭർത്താവിന് ഒത്തിരിയേറെ ബിസിനസ് സംരംഭങ്ങളൊക്കെ ഉണ്ട്. പൊട്ടിപ്പാളിസായി ഈ കോവിഡിന്റെ കാലത്തില് പൊട്ടിപ്പാളിസായി. ഈ ഭർത്താവ് ഒരിക്കല് കൂട്ടുകാരൊത്ത് മദ്യപിച്ചോണ്ടിരിക്കുന്ന സമയത്ത് സ്വന്തം വീട്ടിലിരുന്ന ഈ പെൺകുട്ടി പറയണത് എങ്ങനെയാ? ഭർത്താവും കൂട്ടുകാരും സ്വന്തം വീട്ടിലിരുന്ന് മദ്യപിച്ചോണ്ടിരിക്കുന്ന സമയത്ത്
ഭർത്താവിന്റെ കൂട്ടുകാരൻ ഈ പെൺകുട്ടിയുടെ മുറിയിലേക്ക് കയറി വരാ. ആദ്യം വിചാരിച്ച് കൂട്ടുകാരനല്ലേ, ചേട്ടാ പുറത്തു പോകാൻ പറഞ്ഞു. കേട്ടില്ല. ഭർത്താവിനറിയാൻ വേണ്ടി മുറിയിൽ നിന്ന് പുറത്തേക്ക് ചാടി കഴിഞ്ഞപ്പോ ഭർത്താവ് എന്താ ചെയ്തെന്നറിയോ? ഈ പെൺകുട്ടിയെ പിടിച്ചുകൊണ്ട് സ്വന്തം കൂട്ടുകാരന്റെ മുറിയിലേക്ക് തള്ളിവിട്ടു. അവൾ അവിടെ നിന്ന് എങ്ങനെയൊക്കെ രക്ഷപ്പെട്ട് പുറത്തു ചാടി അയൽവക്കത്തുള്ള വീട്ടിൽ പോയിരുന്നു. രാത്രി ഇവൾ എന്നോട് പറയും ഇത് കരയുണ്ട്. ഞാൻ മനസ്സിൽ ചിന്തിച്ചു, ദൈവമേ എന്തും മനുഷ്യനെ വനെന്ന്. കൂട്ടുകാരന്റെ പണം തീർക്കാൻ വേണ്ടി സ്വന്തം ഭാര്യയെ വിൽപ്പന ചരക്കാക്കിയ ഒരു പുരുഷൻ. ഇന്നത്തെ കാലഘട്ടത്തിന്റെ പ്രത്യേകതകളാണ് ഞാൻ ഈ പറയണേ. പക്ഷെ ഈ പെൺകുട്ടിയുണ്ടല്ല, അവൾ ഇന്നും പ്രാർത്ഥനയോടെ കാത്തിരിക്കുക, എന്റെ ഭർത്താവ് എന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്നുള്ള പ്രത്യാശയോടുകൂടെ. അതുകൊണ്ടാണ് ഞാൻ അവളെ വിളിക്കണ മാലാഖ എന്ന്. ഒരു സാധാരണ സ്ത്രീക്ക് സഹിക്കാൻ പറ്റാത്തൊരു വേദന. ജീവിതത്തിൽ ഇങ്ങനെ ഒത്തിരിയേറെ സഹിക്കുന്നവരുണ്ട്. എല്ലുപൊടിയുടെ വേദനയിൽ ജീവിക്കുന്നവരുണ്ട്. ഒത്തിരിയേറെ അസുഖങ്ങളുടെ നടുവില് ഇനി എന്ത് എന്നുള്ള ചോദ്യചിഹ്നമായിട്ട് ജീവിക്കുന്നവരുണ്ട്. അവരുടെയൊക്കെ ജീവിതത്തെ ഓർത്ത് ധ്യാനിക്കുമ്പോൾ, ജീവിതത്തിലെ സഹനങ്ങൾ ഉണ്ടാകുമ്പോ സന്തോഷത്തോടെ സ്വീകരിക്കാൻ എനിക്ക് പറ്റുന്നുണ്ടോ എന്ന് ചിന്തിച്ചു നോക്ക്. അപ്പൊ ഈ തിരുനാളിന് അർത്ഥം ഉണ്ടാവും. ഇല്ലെങ്കിൽ ഞാൻ പറയും ഈ തിരുനാളിന് അർത്ഥമില്ല. നിങ്ങളിങ്ങനെ കൊണ്ടാടിയിട്ട് ഒരർത്ഥമില്ല. നിങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഒരർത്ഥമില്ല. ഈ കാൽവരി യാഗത്തിൽ കർത്താവ് കുരിശിൽ കിടന്നുകൊണ്ട് ഈ കുരിശിനെ നോക്കി പ്രാർത്ഥിക്കുന്നത് നിങ്ങളോട് പറയണത് ഇത് തന്നെയാ. എന്റെ മക്കളെ, എന്റെ മോനെ, എന്റെ മോളെ, എന്നെ പോലെ നിനക്ക് സഹിക്കാൻ പറ്റുമോ? എന്നെ പോലെ നിനക്ക് വേദനകൾ ഏറ്റെടുക്കാൻ പറ്റുമോ? പരിശുദ്ധമ്മ ജീവിതത്തിലെ വേദനകൾ ഏറ്റെടുത്തതുപോലെ നിനക്ക് വേദനകൾ ഏറ്റെടുക്കാൻ പറ്റുമോ? അപ്പൊ ഈ തിരുനാളിന് അർത്ഥം ഉണ്ടാവും. അപ്പൊ ഈ തിരുനാളിന് അഴകുണ്ടാവും. അല്ലെങ്കിൽ ഞാൻ പറയും, എന്റെ പ്രിയരെ, ഈ തിരുനാൾ നിങ്ങൾ ആഘോഷിക്കരുത്. ജീവിതത്തിൽ ഇങ്ങനെ കുരിശുകൾ ഉണ്ടാകും. നിങ്ങൾ ഇപ്പോഴും തന്നെ ചിന്തിച്ചോ, ആരാ നിങ്ങളിൽ വേദനയില്ലാത്ത? ആരാ നിങ്ങളിൽ സങ്കടമില്ലാത്ത? ഒത്തിരി മക്കള് പരീക്ഷകൾ പാസ്സാകാൻ പ്രാർത്ഥിക്കണ്ട്. 1 പ്രാവശ്യം എഴുതി, 2 പ്രാവശ്യം എഴുതി, 3 പ്രാവശ്യം കിട്ടൂല. തമ്പുരാന്റെ മുന്നിൽ ഇങ്ങനെ കണ്ണുനീരോടെ നിൽക്കുക. ജീവിതത്തിൽ ഇങ്ങനെ വേദനകളുടെ കൂമ്പാരങ്ങൾ വർദ്ധിക്കുമ്പോ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്, ദൈവമേ ഈ വേദനകളും ഈ സഹനങ്ങളും ഈ കുരിശുകളും എടുത്തു മാറ്റാനല്ല, ഇത് സഹിക്കാനുള്ള ഒരു ശക്തി നീ എനിക്ക് തരണേ എന്നാണ്. പരിശുദ്ധമ്മ ജീവിതത്തിൽ സഹിച്ചതുപോലെ ജീവിതത്തിലെ സഹനങ്ങളെ ഏറ്റെടുക്കാൻ നിങ്ങൾക്കൊരു മനസ്സ് തരണേ എന്നാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. അതുകൊണ്ട് എന്റെ സ്നേഹം നിറഞ്ഞവരെ, പരിശുദ്ധമ്മ നമ്മെ പഠിപ്പിക്കുന്ന ഒന്നാമത്തെ പാഠം ജീവിതത്തിലെ സഹനങ്ങൾ ഏറ്റെടുക്കണം എന്ന് തന്നെയാണ്. രണ്ടാമത്തെ കാര്യം മനസ്സിലിങ്ങനെ എഴുതി വെച്ചോ, പരിഭവങ്ങളില്ലാതെ കുറ്റപ്പെടുത്തലുകളില്ലാതെ ജീവിച്ചവളായിരുന്നു പരിശുദ്ധമ്മ. പരിഭവങ്ങളില്ലാതെ കുറ്റപ്പെടുത്തലുകളില്ലാതെ ജീവിച്ചവളായിരുന്നു പരിശുദ്ധമ്മ. നിങ്ങൾ എവിടെയെങ്കിലും ബൈബിളിലെ പരിശുദ്ധമ്മ ഒരു കുറ്റം പറയണുണ്ടോ? നിങ്ങളുടെ ജീവിതം ഒന്ന് എടുത്തു നോക്കേ. ദൈവത്തെ തന്നെ നമ്മൾ എത്ര പ്രാവശ്യം കുറ്റം പറഞ്ഞിട്ടുണ്ട്. ഈ കുരിശിൽ കിടക്കണ ദൈവത്തോട് തന്നെ നമ്മൾ ചോദിച്ചിട്ടുണ്ട്, ദൈവമേ എന്തിനാ അവിടെ കിടക്കണേ? എന്തിനാ കിടക്കണേ? ഞങ്ങളിങ്ങനെ വേദനിച്ച് കരയണ കാണല്ലേ, ചങ്ക് പൊട്ടി നിലവിളിക്കണ കാണല്ലേ, നീ എന്ത് ഇടപെടാത്ത? എത്ര പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, എത്ര പ്രാവശ്യം കരഞ്ഞിട്ടുണ്ട്. പക്ഷെ പരിശുദ്ധ അമ്മ ഒന്നിനെയും കുറിച്ചും പരിഭവം പറഞ്ഞിട്ടില്ല, ഒന്നിനെയും കുറിച്ചും കുറ്റം പറഞ്ഞിട്ടില്ല. അവളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 51-ാം തിരുവചനം. അവളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ആരെയും കുറ്റം പറയാൻ പോയില്ല. പരിശുദ്ധ അമ്മയ്ക്ക് വേണമെങ്കിൽ ഇഷ്ടം പോലെ കുറ്റം പറയാമായിരുന്നു. ദൈവത്തെ തന്നെ കുറ്റം പറയായിരുന്നു. ഒരു പ്രസവ ശുശ്രൂഷയോ പ്രസവാനന്തര ശുശ്രൂഷയോ ഒരു ലേബർ റൂമോ ഒന്നും കിട്ടാത്ത ഒരു സ്ത്രീ സ്നേഹിച്ച മകനെ ഒരു പ്രായത്തിൽ കഴിഞ്ഞപ്പോ 33 വയസ്സില് അങ്ങോട്ട് എടുത്തു കഴിഞ്ഞപ്പോ ജീവിതത്തിന്റെ പ്രശ്നങ്ങളുടെ നടുവില് ഒറ്റയാക്കി പോയപ്പോ ദൈവത്തെ വേണമെങ്കിൽ കുറ്റം പറയായിരുന്നു. അമ്മ പറഞ്ഞ ഇല്ല, അമ്മ പറഞ്ഞില്ല. ആരെയും കുറ്റം പറയാൻ പോയില്ല. ഔസപിതാവിനെ വേണമെങ്കിൽ കുറ്റം പറയായിരുന്നു. നല്ലൊരു അപ്പനായിട്ടോ നല്ലൊരു ഭർത്താവായിട്ടോ ജീവിതത്തിന്റെ വേദനകളുടെ സമയത്ത് പ്രസവ ശുശ്രൂഷയിൽ ഒരു ആയെ പോലും കൊടുക്കാൻ ഔസപിതാവിന് പറ്റിയില്ല. കാലുകളുടെ നടുവില പ്രസവിച്ച് വീഴണ ഒരു തുണി കൊണ്ടും മറയ്ക്കാൻ പോലും തുണി ഉണ്ടായിരുന്നില്ല ഈ മനുഷ്യന്റെ കയ്യിൽ.
അത്ര സങ്കട നടുവില പരിശുദ്ധമ്മ ജീവിച്ച്. നമ്മളാണെങ്കിലാ ഭർത്താവിനില്ലാത്ത കുറ്റങ്ങളില്ല, ഭാര്യയ്ക്കില്ലാത്ത കുറ്റങ്ങളില്ല. അല്ലേ? കലൂര് ഭാഗത്തൊരു സംസാരമുണ്ട് ഞങ്ങളുടെ ഇടയില്. ഈ ഉദയംപൂര് ഭാഗത്തൊക്കെ ചില ഭർത്താക്കന്മാർക്ക് 2 ഭാര്യമാരാണ്. സത്യമാണോ? സത്യാണോന്ന്? അല്ലേ? ആണോ? ഈ ഭാര്യമാരോട് വെച്ച് കൃത്യമായിട്ട് പറയും. ചില ഭാര്യമാർക്ക് 2 ഭർത്താക്കന്മാരാണെന്ന് അഭിപ്രായം. ആണോ? ആണോ? നിങ്ങളെങ്കിലും തലെങ്കിലും നാട്ട്. ആണോ? അല്ല. അല്ല, 2 പേരുണ്ടെന്നാണോ? അച്ഛനെന്തുകൊണ്ട് അങ്ങനെ 2 പേരുണ്ടെന്ന് പറഞ്ഞേ? നമ്മുടെയൊക്കെ സ്വപ്നത്തിൽ ഒരു ഭർത്താവുണ്ട്, നമ്മുടെയൊക്കെ സ്വപ്നത്തിൽ ഒരു ഭാര്യയുണ്ട്. അതുപോലെ കിട്ടണം. പരിഭവങ്ങളുള്ളോ, പരാതികളുള്ളോ? അല്ലേ? നമ്മുടെ വീട്ടിലെ ഭാര്യനെ സ്നേഹിക്കാൻ പറ്റുമോ? അപ്പുറത്തെ വീട്ടിലെ സൂസിക്കുട്ടിയാണ് സൂസിക്കുട്ടി. നമ്മുടെ വീട്ടിലെ മേരിക്കുട്ടി എന്തിനു കൊള്ളാതിനെ? നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ജോർജേട്ടനാണ്. എന്റെ പൊന്നോ, ഓ ആ ജോർജന്റെ തടിമിടുക്ക് തടി, ഓ ആ കട്ട മീശ. അല്ലേ? ഒന്നിലും സന്തോഷമില്ല, ഒന്നിലും സമാധാനമില്ല. നമ്മുടെ ജീവിതം തന്നെ ഒന്ന് പരിശോധിച്ചു നോക്ക്. എല്ലാത്തിനും പരാതി, എല്ലാത്തിനും പരാതി. മക്കളില് സന്തോഷമുണ്ടാ? ഇവിടെ ഇരിക്കണ ഈ കൊച്ചിനോട് ഞാൻ ഒരു ചോദ്യം ചോദിക്കാം. ആ കൊച്ചിനോട് ചോദിക്കട്ടെ, മോനെ നിന്റെ അപ്പനും അമ്മയും പറയാറില്ലേ അപ്പുറത്തെ വീട്ടിലെ കൊച്ചിനെ കണ്ടുപിടിക്കാൻ? പറയാറുണ്ടാ? അതേ കണ്ട കൃത്യ ഇതിന്റെ അപ്പനമ്മയോട് എന്നോട് ക്ഷമിച്ചേരട്ടാ. നമുക്കൊന്നിലും സന്തോഷമില്ലെന്നേ, ഒന്നിലും സന്തോഷമില്ല. എത്ര കൊച്ചങ്ങളെ നമ്മുടെ കൊച്ചിനെ നോക്കിയിട്ട് നമ്മൾ പറയണില്ലേ അപ്പുറത്തെ വീട്ടിലെ കൊച്ചിനെ കണ്ടുപിടിക്ക്, ഇപ്പുറത്തെ വീട്ടിലെ കൊച്ചിനെ കണ്ടുപിടിക്ക്. എല്ലാത്തിനും പരാതി. നമ്മുടെ മണ്ടൻ, അപ്പുറത്തവൻ ബുദ്ധിമാൻ. എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാ. ഭർത്താവ് ആഗ്രഹിച്ചു നല്ല വൈകുന്നേരമൊക്കെ വരുമ്പോ നല്ല ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി തന്ന് സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്ന ഒരു ഭാര്യയെ കിട്ടിയതോ ചപ്പാത്തി പോയിട്ട് ചമ്മന്തി പോലും അരയ്ക്കാൻ അറിയാത്തൊരു സാധനത്തെയാ. എങ്ങനെ സ്നേഹിക്കും? നമ്മുടെ കുഴപ്പം അവിടെയല്ലേ? ഭാര്യ ആഗ്രഹിച്ചു നല്ല കട്ട താടിയുള്ള നല്ല മുടിയൊക്കെ ഉള്ള സുന്ദരനായ സുമുഖനായ, ഏകദേശം എന്നെ പോലെയൊക്കെ ഇരിക്കണം, വെറുതെ പറഞ്ഞ കേട്ടോ, സുമുഖനായ ഒരു ചെറുപ്പക്കാരനെ കിട്ടിയതോ തലയിലൊരു മൂട്ടി പോലും ഇല്ലാത്ത, താടി പോയിട്ട് ഒരു രോമം പോലും കിളിർക്കാത്ത, വണ്ടി പോലും ഓടിക്കാൻ അറിയാത്ത ഒരു പൊട്ടനെ, ഒരു കരിങ്ങോലിങ്ങനെ. എങ്ങനെ സ്നേഹിക്കും? നമ്മുടെയൊക്കെ ജീവിതം അവിടെയാണ്. നമുക്ക് എന്നും പരാതിയാ സ്വന്തം ഭർത്താവില്. ഞാൻ ഏതെങ്കിലും ഇവിടെ ഇരിക്കുന്ന ചോദിക്കട്ടെ, ഇവിടെ ഇരിക്കണ്ടല്ലോ, ഞാൻ ചോദിച്ചോക്കട്ടെ, അടുത്തൊരു ജന്മം ഉണ്ടെങ്കിൽ ഈ ഭർത്താവിനെ തന്നെ മതി, ഈ ഭാര്യയെ തന്നെ മതി എന്നുള്ളൊരു കൈവക്കേ? വേണ്ട, പ്രശ്നവും. ഈ മക്കളെ മതി എന്നുള്ളൊരു കൈവക്കേ? വേണ്ട, പൊക്കണ്ട, പ്രശ്നവും. ചില ഭർത്താക്കന്മാര് പറയുന്നുണ്ട്, എന്റെ പൊന്നച്ച ഈ ജീവിതം എങ്ങനെയെങ്കിലും തീർന്നോന്ന് ചിന്തിക്കുക. അപ്പോഴാണ് ഒരെണ്ണത്തും കൂടി, ഇനി ഒരു ജീവിതം കൂടി. നമുക്കെല്ലാത്തിനും പരാതിയാ. പരിശുദ്ധ അമ്മയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന പാഠമെന്നറിയോ? പരാതികളില്ലാതെ, പരിഭവങ്ങളില്ലാതെ നീ ജീവിക്കാൻ പഠിക്ക്. നീ ഇങ്ങനെ പരാതിപ്പെട്ടിട്ട് പരിഭവപ്പെട്ടിട്ട് എന്താ കാര്യം? നിന്റെ ഭർത്താവിനെ കളയാൻ പറ്റുമോ? നിന്റെ മക്കളെ കളയാൻ പറ്റുമോ? നിന്റെ ഭാര്യയെ കളയാൻ പറ്റുമോ? നിന്റെ അപ്പനമ്മേനെയും കളയാൻ പറ്റുമോ? ഒന്നിനെയും കളയാൻ പറ്റില്ല. അവരെ സ്നേഹിക്കാനേ പറ്റുള്ളൂ. കുറവുകളുണ്ട്, പോരായ്മകളുണ്ട്, ബലഹീനതകളുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും നെഞ്ചോട് ചേർത്ത് പിടിച്ച് സഹിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ, പരിഭവങ്ങളില്ലാതെ പരാതികളില്ലാതെ ജീവിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ, ഞാൻ പറയും ഈ തിരുനാളിന് അർത്ഥമുണ്ടെന്ന്. 2-3 വർഷം മുമ്പ് നമ്മുടെയൊക്കെ വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ പരിചയിച്ച ഒരു വീഡിയോ ഉണ്ട്. ഒരു അമ്മയുടെ വീഡിയോ, ചെങ്ങന്നൂർ അടുത്തുള്ളൊരു അമ്മയുടെ വീഡിയോയാ. ഈ അമ്മ ഒട്ടും സാഹചര്യം അനുകൂലമല്ല, എല്ലാവരും കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയ. എന്ന് വെച്ചാൽ ഒരു ടീച്ചറിന്റെ മോൻ 25 വയസ്സിൽ മരിച്ചു. നിങ്ങൾ കണ്ടുണ്ടാവും. ഒരു മകൻ മരിച്ചു കിടക്കുമ്പോ ഒരു അമ്മ ഇടത്തെ കൈ ഈ അമ്മ മകന്റെ നെഞ്ചത്ത് കയ്യിൽ വെച്ചുകൊണ്ട് വലത്തെ കയ്യിൽ ഒരു മൈക്കെടുത്തുകൊണ്ട് പ്രസംഗിക്കുക. സാഹചര്യം ഒട്ടും അനുകൂലമല്ല. നാട്ടുകാരും വീട്ടുകാരും ഒക്കെ ചങ്കത്തടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുക. എല്ലാവരും നിലവിളിച്ചോണ്ടിരിക്കുക. എല്ലാവരും കരഞ്ഞു നിലവിളിക്കുന്ന സമയത്ത് ഒരമ്മ ഒരു തുള്ളി കണ്ണീര് പോലും വീഴ്ത്താതെ സ്വന്തം മകൻ മരിച്ചു കിടക്കുമ്പോൾ, 25 വയസ്സിൽ സ്വന്തം മകൻ മരിച്ചു കിടക്കുമ്പോൾ ഒരമ്മ
സ്വന്തം മകന്റെ തണുത്തുറഞ്ഞ ശരീരത്തിലെ കൈയെടുത്ത് വെച്ചുകൊണ്ട് വലത്തെ കൈയിലെ മൈക്കെടുത്തുകൊണ്ട് പ്രസംഗിച്ചത് ഇങ്ങനെയാ: നിങ്ങളാരും എന്റെ മോനെയോർത്ത് കരയരുത്. 25 വയസ്സിൽ സ്വന്തം മകൻ മരിച്ചു കിടക്കുമ്പോ ഒരമ്മ പ്രസംഗിക്കുക: നിങ്ങളാരും എന്റെ മോനെയോർത്ത് കരയരുതെന്ന്. ഞാൻ ചിന്തിച്ചിട്ട് എങ്ങനെ കിട്ടി ഈ അമ്മയ്ക്ക് ഇതിന് മാത്രം തന്റെ ഇടം? എവിടുന്ന് കിട്ടി ഈ അമ്മയ്ക്ക് ഇതിന് മാത്രം വിശ്വാസം? എവിടുന്ന് കിട്ടി ദൈവത്തോട് പോലും നാട്ടുകാരോടോ വീട്ടുകാരോടോ പോലും പരിഭവമോ പരാതിയോ പറയാനുള്ള ആർജവത്വം? ഞാൻ ചിന്തിച്ചിട്ടുണ്ട് പലപ്പോഴും. ഈ അമ്മ എന്നിട്ട് പറഞ്ഞ കാര്യം ഇങ്ങനെയാ: നിങ്ങൾ അങ്ങനെ കരയുന്നുണ്ടെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥന നിങ്ങൾ ചെല്ലരുത്. ആ പ്രാർത്ഥനയിൽ നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കേണ്ടത്: നിന്റെ ഇഷ്ടം പോലെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണേന്ന്. എന്റെ സ്നേഹം നിറഞ്ഞവരെ, ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ പരാതി പറയാതെ, പരിഭവം പറയാതെ ജീവിക്കാൻ നിങ്ങൾക്ക് പറ്റോ? കുറ്റപ്പെടുത്താതെ ജീവിക്കാൻ പറ്റോ? പരിശുദ്ധമ്മ നമ്മെ പഠിപ്പിക്കുന്ന രണ്ടാമത്തെ പാഠത. പരിശുദ്ധമ്മയുടെ ജീവിതത്തിൽ ഒന്നിനും കുറ്റമില്ല. നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിലെ ദൈവമേ, കുറ്റങ്ങൾ പറഞ്ഞു കേട്ട് 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 മടുത്തു. എവിടെ നിന്ന് പ്രാർത്ഥന സഹായത്തിന് വിളിച്ചാലും എന്റെ അച്ചോ അതിയാനുണ്ടില്ല, ഓ തുടങ്ങി. എന്റെ ഭാര്യ ഉണ്ടില്ല, എന്റെ അച്ചോ തുടങ്ങി. മക്കള് പറഞ്ഞ കേൾക്കില്ല, അച്ചോ തുടങ്ങി. ദൈവത്തിന്റെ മുമ്പില് ഈ മക്കളെ കൊടുത്ത്, ഈ ഭാര്യയെ കൊടുത്ത്, ഈ ഭർത്താവിനെ കൊടുത്ത് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റോ? നിന്റെ ജീവിത പങ്കാളിയെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ നിനക്ക് പറ്റോ? നിന്റെ മക്കളെ സന്തോഷത്തോടെ ചേർത്ത് പിടിക്കാൻ നിനക്ക് പറ്റോ? അങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ ഈ തിരുനാളിന് അർത്ഥം ഉണ്ടാവും. അതുകൊണ്ടൊക്കെ തന്നെ തമ്പുരാൻ പറഞ്ഞ്, കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാതെ ദൈവത്തെ സ്നേഹിക്കാനായിട്ട് സാധിക്കില്ല എന്ന്. എന്റെ സ്നേഹം നിറഞ്ഞവരെ, പരിഭവങ്ങളില്ലാതെ പരാതികളില്ലാതെ ജീവിക്കാൻ നിങ്ങൾക്ക് പറ്റട്ടെ. മൂന്നാമത്തെ കാര്യം, ഇത് അവസാനത്തെ കാര്യ. ഈശോയെ ഇതുപോലെ സ്നേഹിച്ച ഒരു സ്ത്രീയില്ല. ഈശോയെ ഇതുപോലെ സ്നേഹിച്ച ഒരു സ്ത്രീയില്ല. പത്രോസിനോട് ദൈവം ചോദിക്കുന്നുണ്ട്: പത്രോസേ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോടാ? നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഡു യു ലവ് മീ? നീ എന്നെ സ്നേഹിക്കുന്നുണ്ടാ? ഇവിടെ ഇരിക്കണ തിരുനാള് കൊണ്ടാടാനായിട്ട് കടന്നു വന്ന നിങ്ങളോട് ഓരോരുത്തരോടും ദൈവം ചോദിക്കുന്നുണ്ട്: എന്റെ മേരിക്കുട്ടി, എന്റെ ഔസേപ്പൂട്ടി, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടാ? നിങ്ങൾ ആദ്യം പറയും, ഉവ്വ, ഞാൻ സ്നേഹിക്കുന്നുണ്ട്. നമുക്കറിയാം, സ്നേഹിക്കുന്ന വ്യക്തികളെ കുറിച്ച് കൂടുതൽ സംസാരിക്കുള്ളൂ, അല്ലേ? നമുക്ക് ഇഷ്ടമുള്ളവർ നമുക്ക് എപ്പോഴും മെസ്സേജ് ചെയ്യും, ഇഷ്ടമുള്ളവരോട് എപ്പോഴും വർത്താനം പറയും. നിങ്ങൾ സ്നേഹിക്കേണ്ടതൊക്കെ പറയുന്നുണ്ട്. ഈ തമ്പുരാനോട് എത്രമാത്രം നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്? എത്രമാത്രം തമ്പുരാനെ ചേർത്ത് പിടിക്കാറുണ്ട്? ഒരിക്കലും ഒരു ധ്യാന പ്രസംഗത്തിന് പോയപ്പോ ഞാൻ കുറച്ച് കുട്ടികൾ ഇങ്ങനെ വർത്താനം പറയാ. ആ കുട്ടികളോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഇവിടെ 2-3 കുട്ടികളെ കാണുന്നുള്ളൂ. ഈ കൊച്ചക്കനോട് തന്നെ ആദ്യം ചോദിക്കാം: മോനെ, അത് എഴുന്നേറ്റുന്നടാ, യു സ്റ്റാൻഡ് അപ്പ്, നീ സുന്ദരനാട്ടോ, നീ നല്ലതായിട്ട് ഉത്തരം പറയുന്ന എനിക്ക് ഉറപ്പാ. മോന്റെ വീട്ടിൽ എത്ര പേരുണ്ട്? ഉറക്കനെ പറഞ്ഞു. അച്ഛനൊരു പൊട്ടനാ. കൈ കൊണ്ട് കാണിച്ചോ? എത്ര പേരുണ്ട് വീട്ടില്? ആ എണ്ണമാണ്. 4. ആരൊക്കെയാ? അമ്മ, അച്ഛനും, ചേട്ടനും, നീയും. ഓക്കെ, കൊള്ളാം, ഇരിക്കി. അതിന് പിന്നിലുള്ള മോൻ എഴുന്നേറ്റേ. അവൻ എണ്ണിക്കൊണ്ടിരിക്ക. എഴുന്നേക്ക്. വീട്ടിൽ എത്ര പേരുണ്ട്? 6. ഓക്കെ, ആരൊക്കെയാ? അപ്പൻ, അമ്മ, പിന്നെ സംശയ അപ്പനമ്മ. 6 ഉറപ്പിച്ചു. ഇരുന്നോ, നീ ഇവനെയും കൂടി പിടിക്കാം. ഓക്കെ, മോൻ എഴുന്നിട്ടോ. നല്ല മാസ്കാട്ടാ. എത്ര പേരുണ്ട് വീട്ടില്? കൈ കൊണ്ട് കാണിച്ചോ? 5. എണ്ണ ഞാൻ ചോദിക്കണില്ല. എന്നോട് ചോദിച്ചാലും പറയും മോനെ താങ്ക് യു മോനെ. എന്നോട് ചോദിച്ചാലും പറയും ഞാൻ 5 പേരുണ്ടെന്ന് പറയുള്ളൂ. ഞാനൊരു ധ്യാന പ്രസംഗത്തിൽ കുറെ കുട്ടികൾ ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക. അതിനൊരു പെൺകുട്ടിയുണ്ട്, അവളെപ്പോഴും ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ അവളെ പിടിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ വർത്താനം പറയണേ. അവരിങ്ങനെ പിടിച്ച് പെൺകുട്ടിയുടെ അടുത്തെത്തി. അവൾ അപ്പോഴിങ്ങനെ അടുത്തുള്ള ആളിങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ അവളോട് പറഞ്ഞു, മോളെ എഴുന്നേറ്റേക്ക്. അവൾ എഴുന്നേറ്റ് വന്നു.
അവൾ എഴുന്നേറ്റ് നിന്നിട്ട് ഞാൻ അവളോട് ചോദിച്ചു, മോളെ നിന്റെ വീട്ടിൽ എത്ര പേരുണ്ട്? അവൾ എന്നോട് പറഞ്ഞു ഉത്തരം ഇങ്ങനെയാ, അച്ഛൻ്റെ വീട്ടിൽ 5 പേരുണ്ട്. ഞാൻ ചോദിച്ചു ആരൊക്കെയാ? അവൾ എന്നോട് പറഞ്ഞു ഉത്തരം, ഞാൻ ലോകത്ത് ഇതുവരെ ഇതുപോലെ ഒരു ഉത്തരം കേട്ടിട്ടില്ല. ആകെ കിടുക്കാച്ചി പോലെ ഇരിക്കുന്ന ഒരു സാധനം അത് എന്നോട് പറഞ്ഞു ഉത്തരം ഇങ്ങനെയാ, അച്ഛൻ്റെ വീട്ടിലുണ്ടല്ലോ അപ്പൻ, അമ്മ, ചേട്ടൻ, ഞാൻ, പിന്നെ ഈശോയുന്ന്. അപ്പൻ, അമ്മ, ചേട്ടൻ, ഞാൻ, പിന്നെ ഈശോയുന്ന്. ജീവിതത്തിൽ പോലും ഞാൻ ഇങ്ങനെ ഒരു ഉത്തരം കേട്ടിട്ടില്ല. നിങ്ങളോട് ചോദിച്ചാലും നിങ്ങൾ ആരും പറയില്ല അങ്ങനെ ഒരു ഉത്തരം. ഈ പെൺകുട്ടി എന്നോട് പറയാ എന്റെ വീട്ടിൽ ഈശോയുണ്ടെന്ന്. ഞാൻ ചോദിച്ചത് ആരാടി നിന്നോട് പറഞ്ഞേ? അവൾ എന്നോട് പറഞ്ഞ ഉത്തരം ഇങ്ങനെയാ, അച്ഛാ എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന കഴിയുമ്പോ എന്റെ അമ്മ എന്നോട് പറയും വീട്ടിൽ ഈശോയുണ്ട്, ഈശോയ്ക്ക് സ്തുതി കൊടുക്കണം. തെറ്റ് ചെയ്യുമ്പോ അമ്മ എന്നോട് പറയും അമ്മ എന്നോട് പറയും ഈശോയ്ക്ക് ഇഷ്ടപ്പെടില്ല, അതുകൊണ്ട് ഈശോയ്ക്ക് സ്തുതി കൊടുക്കണം. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ അമ്മ എന്നോട് പറയും ഈശോയോട് പറഞ്ഞിട്ട് പുറത്തിറങ്ങാൻ പാടുള്ളൂ, അപ്പന്റെ വീട്ടിൽ ഈശോ ഇല്ല അച്ഛാന്ന്. ഞാൻ പറഞ്ഞു പൊന്നുമോളെ നിന്റെ വീട്ടിൽ ഈശോയുണ്ട്. ഞാൻ എന്നിട്ട് ചെയ്തെന്നറിയോ? എന്നിട്ട് ഞാൻ അവളോട് പറഞ്ഞു നിന്റെ അമ്മ എന്തേ? ആ അമ്മ അവിടെ അടുത്തിരിപ്പുണ്ട്, അതിലൂടെ എഴുന്നേറ്റിക്കാൻ പറഞ്ഞു. ഒരു സാധു സ്ത്രീ അത് എഴുന്നേറ്റ് നിന്നിട്ട് ഞാൻ ആ കൺവെൻഷൻ ധ്യാന കേന്ദ്രത്തിൽ ഇരിക്കുന്ന എല്ലാവരോടും കൂട്ടി പറഞ്ഞിങ്ങനെയാ, ഇതാണ് അമ്മ, ഇതാണ് അമ്മ. സ്വന്തം മക്കൾക്ക് ക്രിസ്തുവിനെ പറഞ്ഞു കൊടുത്ത അമ്മ, താൻ സ്നേഹിച്ച ക്രിസ്തുവിനെ പറഞ്ഞു കൊടുത്ത ഒരമ്മ. എന്റെ സ്നേഹം നിറഞ്ഞവരെ, ജീവിതത്തിലെ കർത്താവിനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ പറ്റോ? ദൈവം നമ്മളോട് ചോദിക്കേണ്ടത്, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടാ? നീ എന്നെ സ്നേഹിക്കുന്നുണ്ടാ? നീ എന്നെ സ്നേഹിക്കുന്നുണ്ടാ? ഈ തിരുനാൾ ആഘോഷത്തിൽ വന്നിരുന്ന് തമ്പുരാന്റെ നടയിൽ ഇരിക്കുമ്പോ നിങ്ങൾ ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്ക്, ഞാൻ എന്റെ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടാ? സ്നേഹിക്കുന്നുണ്ടെങ്കിൽ സ്നേഹിക്കുന്ന വ്യക്തികൾ പറയുന്ന കാര്യങ്ങൾ ചെയ്യണം. പരിശുദ്ധമ്മ അതുപോലെ ജീവിച്ചവളാ. ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ക്രിസ്തുവിന് വേണ്ടി, ക്രിസ്തുവിന്റെ സ്നേഹത്തിന് വേണ്ടി ജീവിച്ചവള്. ജീവിതത്തിലെ വേദനകൾ ഉണ്ടാകുമ്പോ ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റോ? ഒരിക്കലൊരു വീട് വെഞ്ചരിക്കാൻ ചെന്നപ്പോ വർഗീസ് അവൻ എന്നോട് പറഞ്ഞത് ഇങ്ങനെയാ, അച്ഛാ ആ വാതിലും കൂടി അച്ഛൻ ആ കുരിശ് വരച്ചൊന്ന് വെഞ്ചരിക്കോ? ഞാൻ ചോദിച്ചു എന്റെ പൊന്നുമോനെ വർഗീസ് എന്തിനാണ് ആ വീട് മൊത്തം വെഞ്ചരിച്ചല്ലേ? അവൻ എന്നോട് പറഞ്ഞത് ഇങ്ങനെയാ, എന്റെ ഈശോയ്ക്ക് ഇഷ്ടപ്പെടാത്തതൊന്നും എന്റെ വീട്ടിൽ പ്രവേശിക്കാൻ പാടില്ല. നമുക്ക് എത്ര പേർക്ക് അങ്ങനെ തോന്നും? ഒരിക്കലൊരു ചാകര വന്നപ്പോ യോഹന്നാൻ പത്രോസിനോട് പറഞ്ഞില്ലേ, അത് ദൈവം തന്നതാ. മക്കള് വിജയിച്ചു വരുമ്പോ, ഫുൾ A+ വാങ്ങിച്ചു വരുമ്പോ, ഒരു ജോലി കിട്ടി വരുമ്പോ നമ്മൾ എത്ര പേര് പറയാറുണ്ട് ദൈവം തന്നതാ, ദൈവത്തോട് നന്ദി പറ. ജീവിതത്തിൽ എന്തെല്ലാം ലാഭങ്ങൾ ഉണ്ടായാലും, എന്തെല്ലാം നന്മകൾ ജീവിതത്തിൽ ഉണ്ടായാലും എത്ര പേര് പറയാറുണ്ട് എന്റെ ദൈവം എനിക്ക് വേണ്ടി തന്നതാന്ന്. ഇതാണ് സ്നേഹം, ഇതാണ് സ്നേഹം. പരിശുദ്ധ അമ്മ അതുപോലെ ജീവിച്ച് ക്രിസ്തുവിന് വേണ്ടി മാത്രം ജീവിച്ചു. ക്രിസ്തുവിനെ ഇതുപോലെ സ്നേഹിച്ച ഒരു സ്ത്രീയില്ല. അതുകൊണ്ട് സഹരക്ഷക എന്ന പരിശുദ്ധ അമ്മയെ നമ്മൾ വിളിക്കണേ. എന്റെ സ്നേഹം നിറഞ്ഞവരെ, ഇനി തൈക്കാട്ടമ്മയുടെ തിരുനാൾ നിങ്ങൾ ഓരോരുത്തരും കൊണ്ടാടുമ്പോ പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തെ കുറിച്ച് പറയുന്ന 3 കാര്യങ്ങളുള്ളൂ. ഒത്തിരി കാര്യങ്ങളുണ്ട് പരിശുദ്ധ അമ്മയുടെ ജീവിതം പിടിച്ച് നമുക്ക് ധ്യാനിക്കാനായിട്ട്. പക്ഷെ ഞാൻ 3 കാര്യങ്ങളെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ. ഒന്നാമത്തെ കാര്യം, ജീവിതത്തിൽ ഉണ്ടാകുന്ന സഹനങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ? രണ്ടാമത്തെ കാര്യം, ജീവിതത്തിലെ പരിഭവങ്ങളില്ലാതെ കുറ്റപ്പെടുത്താതെ ജീവിക്കാൻ പറ്റുമോ? മൂന്നാമത്തെ കാര്യം, ഈശോയെ എല്ലാത്തിനേക്കാളും ഉപരി സ്നേഹിക്കാൻ നിനക്ക് പറ്റുമോ? ഈ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ എന്റെ സ്നേഹം നിറഞ്ഞവരെ, ഈ തിരുനാളിന് അർത്ഥമുണ്ട്. അല്ലെങ്കിൽ ഞാൻ പറയും ഈ തിരുനാളിന് അർത്ഥമില്ല. ഇതിങ്ങനെ കുറച്ചൊക്കെ പാട്ടുപാടിയും തോരണം തൂക്കിയും സീരിയസ് ഇട്ടിട്ടും ഒരു പ്രദക്ഷിണൊക്കെ നടത്തി അങ്ങോട്ട് തീരും. അങ്ങനെ തീർക്കല്ലേ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രം അച്ഛനുള്ളൂ. കുറച്ചെങ്കിലും ജീവിതത്തെക്കുറിച്ച് ധ്യാനിച്ച് നല്ല തീരുമാനങ്ങൾ എടുത്ത് ഓരോ തിരുനാളും തിരുത്തേണ്ട നാളുകളാണെന്ന് ചിന്തിച്ചുകൊണ്ട്, ഓരോ തിരുനാളും തിരുത്തേണ്ട നാളുകളാണെന്ന് ചിന്തിച്ചുകൊണ്ട് ഉചിതമായി തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. പരിശുദ്ധ അമ്മയുടെ സഹായം നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ. ബർണാർഡ് പുണ്യവാൻ പറഞ്ഞു വെച്ച കാര്യം എപ്പോഴും മനസ്സിലിരിക്കട്ടെ. മറിയത്തെ അനുഗമിച്ചാല് നമുക്ക് വഴിതെറ്റുകയില്ല. അവളുടെ സഹായം യാചിക്കുമ്പോൾ നീ ഒരിക്കലും നിരാശനാവുകയില്ല. അവളെ പറ്റി ചിന്തിച്ചാല് നിനക്ക് തെറ്റ് പറ്റുകയില്ല. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.